എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയും നല്ല പെർഫെക്റ്റും സോഫ്റ്റുമായിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ പറയുന്ന രീതിയിൽ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 2 മാസം വരെ ഈ കേക്ക് കേടാകാതെ ഇരിക്കും. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലം കേക്കിന് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര കരിച്ചെടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിലേക്ക് വേണം ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഇതുപോലെ കളർ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്ക് കളറൊക്കെ മാറി ഇതുപോലെ പതഞ്ഞു വരാൻ തുടങ്ങും. ഇനി അധികം സമയം ഇത് അടുപ്പത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര വല്ലാതെ കരിഞ്ഞു പോകും. കളർ മാറി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. അടുത്തതായിട്ട് പ്ലം കേക്കിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഓറഞ്ചിൻ്റെ തൊലി. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് കുറച്ച് ഓറഞ്ച് തൊലി വളരെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2-3 മിനിറ്റ് അടുപ്പത്ത് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷമേ കേക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. അരിപ്പയിൽ 2-3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്താലും മതി. ഞാനിവിടെ ഉണ്ടാക്കുന്ന കേക്ക് ഏകദേശം 1 കിലോയുടെയാണ്. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും 200 ഗ്രാം വെച്ചാണ് എടുക്കുന്നത്. ചെറിയ കേക്ക് ഉണ്ടാക്കണമെന്നുള്ളവർക്ക് ഇതിൻ്റെ നേർപകുതി അളവെടുത്താൽ മതി. അത് ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച മൈദയിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ മൈദയിലൊന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കേക്കിൻ്റെ താഴേക്ക് അടിഞ്ഞു വരില്ല. എല്ലാ ഭാഗത്തും ഒരേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും. അടുത്തതായിട്ട് കേക്കിന് വേണ്ട മുട്ട റെഡിയാക്കാം. 4 മുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. 4 മുട്ടയെന്ന് പറയുമ്പോൾ ഏകദേശം 200 ഗ്രാം അളവാണ് വരുന്നത്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഇവിടെ വേറെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള ഇതുപോലെ വേറെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അടുത്തതായിട്ട് കേക്കിൻ്റെ എല്ലാ കൂട്ടുകളും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ 200 ഗ്രാം. അതിലേക്ക് 200 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 200 ഗ്രാം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആ മുട്ടയുടെ മഞ്ഞക്കരു 4 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ജാതിക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്കിന് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. അടുത്തതായിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും. അങ്ങനെയാകുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എസൻസും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന കാരമൽ സിറപ്പാണ്. ഇത് ഈ സമയമായപ്പോഴേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ചേർത്തിരുന്ന എല്ലാ ചേരുവകളും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. മൈദയുടെ കൂട്ട് കുറേശ്ശെ ആയിട്ടിട്ട് ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ലോയിലിട്ടിട്ട് ജസ്റ്റ് ഇത് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ള ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ മുട്ടയുടെ വെള്ള മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് കിട്ടും. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെടും. ഇവിടെ ഇപ്പോൾ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം.
ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് ബട്ടർ തേച്ചതിന് ശേഷം കുറച്ച് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ബാറ്റർ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് ബേക്ക് ആകുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ലെവലായിട്ട് വരും. പ്രഷർ കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഓവനിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഇറക്കി വെക്കാം. അതിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 1 മണിക്കൂർ കൊണ്ടാണ് ഈ കേക്ക് റെഡിയായി കിട്ടിയത്. ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് റെഡിയായെന്ന് മനസ്സിലാക്കാം. തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റും സോഫ്റ്റുമായ ഒരു ട്രഡീഷണൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും. ഉണ്ടാക്കിയതിന് ശേഷം ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് ഈ കേക്കിന് ടേസ്റ്റ് കൂടുന്നത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.